ഹായ് ഫ്രണ്ട്സ്, നമുക്ക് മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ദിവസം നമ്മൾ 10ാം ക്ലാസ്സിലത്തെ സമാന്തര ശ്രേണി അഥവാ സീക്വൻസസ് എന്ന പാഠഭാഗത്തിൽ സമാന്തര ശ്രേണികൾ അഥവാ സീക്വൻസുകൾ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അന്ന് ഞാൻ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെ ഇൻഫിനിറ്റ് സീക്വൻസസ് മാത്തമാറ്റിക്സിൻ്റെ ലോകത്തിൽ ഉണ്ടെന്നും അതിലത്തെ അല്ലാതെ നമുക്ക് ഈ വർഷം പഠിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. അതിലത്തെ പ്രത്യേകതകളായിട്ടുള്ള ഒരു സീക്വൻസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം തുടങ്ങിയ എണ്ണൽ സംഖ്യാ ശ്രേണി അഥവാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസിലേക്ക് തന്നെ തുടങ്ങാം. അവിടെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് എഴുതിയ സീക്വൻസ് അഥവാ ശ്രേണി 1, 2, 3, 4 എക്സെട്ര എന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഓഡ് നമ്പേഴ്സിന്റെയും ഈവൺ നമ്പേഴ്സിന്റെയും മാറ്റി എഴുതി. അപ്പോൾ ഈവൺ നമ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ 2, 4, 6 2, 4, 6, 8 എക്സെട്ര. അതേപോലെ ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ അഥവാ ഒറ്റ സംഖ്യകളുടെ ശ്രേണികൾ എഴുതി കഴിഞ്ഞാൽ 1, 3, 5, 7 ഇങ്ങനെ പോകും. അപ്പൊ ഈ രണ്ട് സീക്വൻസുകളും അഥവാ രണ്ട് ശ്രേണികളും ഞാൻ ഈ ഒരു എണ്ണൽ സംഖ്യാ ശ്രേണി അഥവാ നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഈ രണ്ട് ശ്രേണികളെ നമ്മളൊന്ന് നോക്കൂ. ഇവ മൂന്നെണ്ണത്തിനെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, 1, 2, 3, 4 എന്നിങ്ങനെ പോകുന്നതില് ഓരോ നമ്പറുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1 ആണ്. അതായത് തൊട്ട് മുമ്പിലുള്ള സംഖ്യയോട് 1 കൂട്ടി 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 എഴുതുക അഥവാ ആഡ് ചെയ്ത് എഴുതിയിട്ടാണ് തുടർന്നുള്ള നമ്പറുകൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ രണ്ടാമത്തേത് നോക്കുമ്പോൾ 1ന് പകരം എത്രയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അഥവാ കൂട്ടുന്നത്? 2 ആണ്. അപ്പൊ 2 + 2 4, 6, 8. അതേപോലെ മൂന്നാമത്തേത് നോക്കുമ്പോൾ 1, 3, 5, 7 എന്നിങ്ങനെയുള്ള ശ്രേണി അഥവാ സീക്വൻസ് എടുക്കുമ്പോൾ ഇവിടെയും കൂട്ടുന്ന നമ്പർ 2 ആണ്, ഇവിടെയും കൂട്ടുന്ന നമ്പർ 2 ആണ്. ഇത്തരത്തിലുള്ള സീക്വൻസുകളെ അഥവാ ശ്രേണികള് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത് ഒന്നുകൂടി പറയാം. നമുക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ ആദ്യം എഴുതുന്നു, അതിനോട് ഒരു നിശ്ചിത നമ്പർ ആഡ് ചെയ്തിട്ട് റിപ്പീറ്റഡ്ലി ആഡ് ചെയ്തിട്ട് തൊട്ടടുത്ത നമ്പറുകൾ എഴുതുന്നു. അങ്ങനെ എഴുതുന്ന ശ്രേണികളെയാണ് നമ്മൾ സമാന്തര ശ്രേണികൾ എന്ന് മലയാളത്തിൽ പറയും. അഥവാ ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയാന്നറിയോ? അരിത്മെറ്റിക് സീക്വൻസസ് എന്നാണ് പറയുക. അപ്പൊ എങ്ങനെയാ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണികൾ എഴുതുക? നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എഴുതാം. ആ നമ്പറിനോട് ഒരു നിശ്ചിത നമ്പർ ആവർത്തിച്ച് കൂട്ടുക അല്ലെങ്കിൽ ആവർത്തിച്ച് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ശ്രേണി അഥവാ സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമാന്തര ശ്രേണി. ഉദാഹരണത്തിന് ഒരു കുട്ടി 5 എഴുതി. 5നോട് 5 കൂട്ടുമ്പോൾ 10, 10നോട് 5 കൂട്ടുമ്പോൾ 15 ഇങ്ങനെ പോകുന്നു. ഇത് മറ്റൊരു സമാന്തര ശ്രേണിയാണ്. എത്ര വെച്ചിട്ടാണ് അവിടെ കൂട്ടിയത്? 5 വെച്ചിട്ടാണ് കൂട്ടിയത്. അപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു, ഈ നമ്പേഴ്സുകളെ പരിഗണിക്കുമ്പോൾ നമ്മൾ ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, അതേപോലെ പോസിറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ നമ്മൾ പരിഗണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയെല്ലാം വെച്ചിട്ട് നമ്മൾ എക്സാമ്പിളുകൾ എഴുതുമ്പോഴോ ആദ്യം ഞാൻ ഹാഫ് വെച്ചിട്ട് കഴിഞ്ഞ തവണ എഴുതിയ മാതിരി ഹാഫ്, 1, 1.5, 2, 2.5 എക്സെട്ര. ഇവിടെ ഏത് നമ്പറാണ് എഴുതിയിരിക്കുന്നത്? ഹാഫ് ആണ്. ഇതിനോട് എഴുതുന്നത് വളരെ എളുപ്പമുള്ള ശ്രേണികൾ അഥവാ സീക്വൻസുകളാണ് കേട്ടോ. നിങ്ങൾക്ക് അല്ലാത്തവ ഇഷ്ടംപോലെ കണ്ടുപിടിക്കാം. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടെത്തിയ ഡെസിമൽ നമ്പേഴ്സ് വെച്ചിട്ടുള്ള അഥവാ ദശാംശ സംഖ്യകൾ വെച്ചിട്ടുള്ളത് എഴുതുമ്പോൾ 0.5, 1, 1.5, 2, 2.5 എക്സെട്ര. ഇവിടെ ഏതാണ് നമ്മൾ കൂട്ടിയിരിക്കുന്നത്? 0.5. ഇത്തരത്തിലുള്ള അഥവാ ഒരു നിശ്ചിത നമ്പറിൽ നിന്ന് തുടങ്ങി അതിനോട് മറ്റൊരു നമ്പർ റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആവർത്തിച്ച് കൂട്ടി കൂട്ടി എഴുതുന്ന സീക്വൻസുകളെ അഥവാ ശ്രേണികളെ പറയുന്ന പേരാണ് സമാന്തര ശ്രേണികള് അഥവാ സമാന്തര ശ്രേണികൾ അഥവാ അരിത്മെറ്റിക് സീക്വൻസസ്. അപ്പോൾ എന്താണ് അരിത്മെറ്റിക് സീക്വൻസസ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും.
ബാക്കി നമുക്ക് ഇനി ധാരാളം എക്സാമ്പിളുകൾ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിലൂടെയാണ് കടന്നു പോവുക. അപ്പൊ കൂടുതൽ പ്രത്യേകതകൾ നമുക്ക് ആ സമയത്ത് ചർച്ച ചെയ്യാം. സാധാരണത്തെ ക്ലാസ്സിലത്തെ പോലെ മുഴുവൻ നമുക്കിവിടെ പറയാൻ നിന്നാൽ നമ്മുടെ സമയം നഷ്ടപ്പെടും. ഇനി ഇതിന് അടുത്തൊരു പ്രത്യേകത ഇവിടെ നോക്കൂ. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത നമ്പർ, റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്ത നമ്പർ ഒന്ന് നോക്കൂ. ഇവിടെ 1 ആണ് ആഡ് ചെയ്തതെങ്കിൽ ഇവിടെ 2, ഇവിടെയും 2, ഇവിടെ 5, ഇവിടെ ഹാഫ് ആണ്, ഇവിടെ 0.5 ആണ്. ഈ നമ്പറുകളെ പറയുന്ന ഒരു പേരുണ്ട്. ഈ നമ്പറുകളെ പറയുന്ന പേരെന്താണെന്നറിയോ? ഇതിന്റെ പേര് കോമൺ ഡിഫറൻസ് എന്നാണ്. അഥവാ മലയാളത്തിൽ ഇതിനെ പൊതുവ്യത്യാസം എന്ന് പറയും. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എന്താണത് അർത്ഥാക്കുന്നത്. നോക്കൂ, എന്താണ് കോമൺ ഡിഫറൻസ്? ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ്. ഓക്കെ, എന്താണ് കോമൺ ഡിഫറൻസ്? അപ്പൊ നോക്കൂ, ഇവിടെ 1നോട് 1 കൂട്ടിയപ്പോഴാണ് 2 കിട്ടിയതെന്ന് പറഞ്ഞു. തിരിച്ച് ചിന്തിച്ച് നോക്കൂ, 2ൽ നിന്ന് 1 കുറച്ചാലോ 1 അല്ലേ കിട്ടുന്നത്? അതേപോലെ 3ൽ നിന്ന് 2 കുറച്ചാലോ 1 ആണ് കിട്ടുന്നത്. 4ൽ നിന്ന് 1 കുറച്ചാലോ 3 ആണ് കിട്ടുന്നത്. അപ്പോ ഇവിടെ നോക്കൂ, ഈ ശ്രേണി അഥവാ ഈ സീക്വൻസിലും തൊട്ടടുത്ത 2 നമ്പറുകളുടെ ഡിഫറൻസ് നോക്കുമ്പോൾ എല്ലാത്തിലും എന്താണ് വരുന്നത്? 2 ആണ് വരുന്നത്. അതേപോലെ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ തൊട്ടടുത്ത 2 പദങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അവയുടെ വ്യത്യാസം എത്രയാ വരുന്നത്? 0.5 ആണ്. അപ്പൊ നമുക്കിതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് അഥവാ എന്താണ് പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സമാന്തര ശ്രേണിയിലെ, അത് ഞാൻ മലയാളത്തിൽ പറയാം, പിന്നെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഒരു സമാന്തര ശ്രേണിയിലെ തൊട്ടടുത്ത പദങ്ങളുടെ വ്യത്യാസത്തിനെയാണ് എന്ത് പറയുന്നത്? പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? പൊതുവ്യത്യാസം. അപ്പൊ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? കോമൺ ഡിഫറൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ two consecutive terms of an arithmetic sequence. Once more, common difference is the difference between two adjacent terms or two consecutive terms of an arithmetic sequence. Any term അല്ല, ശ്രദ്ധിക്കണം, അടുത്തടുത്ത 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? കോമൺ ഡിഫറൻസ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു 5 എക്സാമ്പിളിലൂടെ ഞാൻ മനസ്സിലാക്കി തന്നു എന്നേ ഉള്ളൂ. ഇത് ഇനി ഒരു നെഗറ്റീവ് നമ്പർ വെച്ചിട്ടുള്ളതും കൂടി നമുക്കൊന്ന് എഴുതി നോക്കാം. നെഗറ്റീവ് നമ്പർ വെച്ചിട്ട് എഴുതി നോക്കുന്ന സമയത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നോക്കൂ, -5, -10, -15 എക്സെട്ര. ഇവിടെ ഏത് നമ്പറാണ് നമ്മൾ കൂട്ടി എഴുതി പോണത്? നമുക്കറിയാം, -5നോട് -5 കൂട്ടുമ്പോഴാണ് നമുക്ക് -10 കിട്ടുക. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഓരോ ടേമുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? -5 ആണ്. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്താണ്? -5 ആണ്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു നിശ്ചിത നമ്പറിൽ നിന്ന് തുടങ്ങി ആ നമ്പറിനോട് ഒരു നിശ്ചിത നമ്പർ കൂട്ടി എഴുതുന്ന ശ്രേണികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങളൊരു 25 അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ സ്വന്തമായി കണ്ടെത്തി നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതണം. അത് വ്യത്യസ്തങ്ങളായിട്ടുള്ളത് എഴുതണം. സാധാരണ നമ്പർ അഥവാ നാച്ചുറൽ നമ്പേഴ്സ് വരുന്നത് എഴുതണം, ഫ്രാക്ഷൻസ് വരുന്നത് എഴുതണം, ഡെസിമൽസ് വരുന്നത് എഴുതണം, നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നത് എഴുതണം, പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും മിക്സ് ചെയ്തുള്ള നമ്പറുകളും നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക. അതാണ് നിങ്ങൾക്ക് ഈ ഭാഗത്ത് തരുന്ന ആദ്യത്തെ വർക്ക്. എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അത് അയച്ചു കൊടുത്ത് ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് തന്ന കണക്കില് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ബഹുഭുജങ്ങളുടെ ഏതൊരു ബഹുഭുജത്തിന്റെയും പുറത്തെ കോണുകളുടെ തുക അഥവാ ബാഹ്യ കോണുകളുടെ തുക, അതായത് സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ. അത് നമ്മൾ 3 സൈഡുള്ളത് വെച്ചിട്ട് മുതൽ എഴുതി. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എന്താ വരുന്നത്? 360 ഡിഗ്രിയാണ് വരിക. അഥവാ ബാഹ്യ കോണുകളുടെ തുക
360 വരിക. അടുത്തത് ക്വാഡ്രിലാറ്ററൽ എടുത്താലും അതിന്റെ സമവും 360 വരിക. അതുപോലെ പെന്റഗൺ എടുത്താലും അതിന്റെ എക്സ്റ്റീരിയർ ആംഗിളുകളുടെ സമവും എന്താണ് വരുന്നത്? 360 വരുന്നത്. അതിനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ശ്രേണി അഥവാ ഒരു സീക്വൻസ് ആയിട്ട് നമ്മളെ നോട്ട്ബുക്കിൽ എഴുതിയല്ലോ, 360 360 360 ഡിഗ്രി എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് അരിത്മെറ്റിക് അഥവാ സമാന്തര ശ്രേണി ആയിട്ട് പെടുത്താൻ സാധിക്കുമോ? സാധിക്കും. കാരണം ഇവിടെ നമ്മൾ 360നോട് ഏത് നമ്പറാണ് കൂട്ടുന്നത്? 0 എന്ന് പറഞ്ഞ സംഖ്യ കൂട്ടിയിട്ടാണ് ബാക്കിയുള്ളത് എഴുതുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസിനെയും ഇത്തരത്തിലുള്ള ശ്രേണികളെ അഥവാ സീക്വൻസുകളെയും നമ്മൾ എന്തായിട്ട് പരിഗണിക്കും? അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികളായിട്ട് പരിഗണിക്കും. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത പ്രത്യേകതകളും കൂടെ നമുക്ക് നോക്കാം. ഇനി നോക്കൂ, ഞാൻ മറ്റൊരു സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസ് എഴുതാം. ഞാൻ 10 നിന്ന് തുടങ്ങി. 10 5. അടുത്ത നമ്പർ ഏതായിരിക്കും? 5ൽ നിന്ന് ഇവിടെ എന്താ ഞാൻ ചെയ്തത്? ഇവിടെ ആഡ് ചെയ്യാണോ അഥവാ സബ്ട്രാക്ട് ചെയ്യാണോ ചെയ്തത്? സബ്ട്രാക്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. നോക്കാം. 10ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 5 കിട്ടും. 5ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 0 കിട്ടും. 0ത്തിൽ നിന്ന് വീണ്ടും 5 കുറയ്ക്കുമ്പോൾ -5 കിട്ടും. വീണ്ടും 5 കുറയ്ക്കുമ്പോൾ -10 കിട്ടും. ഇങ്ങനെ പോകും. അപ്പൊ നിങ്ങളോട് ഞാനിപ്പോ പറഞ്ഞത് എന്താ? ഇവിടെ 5 കുറയ്ക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ആണോ? നമ്മൾ എന്താണ് പറഞ്ഞത്? അവിടെ കൂട്ടി അഥവാ ആഡ് ചെയ്ത് എഴുതണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനിവിടെ നിങ്ങളോട് എന്ത് പറഞ്ഞു? ഇത് കുറച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ഇതിനെ നമുക്ക് മറ്റൊരു തരത്തിൽ പറഞ്ഞൂടെ? 10നോട് 8ാം ക്ലാസ്സിലത്തെ കാര്യമാണ് പറയുന്നത്, ഓർമ്മിക്കാം. 10നോട് -5 ആഡ് ചെയ്യുമ്പോൾ അഥവാ 10നോട് -5 കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്? +5 അഥവാ +5 ആണ്. ഇനി ഈ +5നോട് -5 കൂട്ടുമ്പോഴോ 0 അല്ലേ കിട്ടുക? 0നോട് -5 കൂട്ടുമ്പോൾ -5, -5നോട് -5 കൂട്ടുമ്പോൾ -10. അപ്പൊ ഈ ഒരു എക്സാമ്പിളിലും ശരിക്കും സബ്ട്രാക്ഷൻ അല്ലല്ലോ നടക്കുന്നത്, അഡീഷൻ തന്നെയാണ് നടക്കുന്നത്. ഏത് നമ്പറാ ആഡ് ചെയ്യുന്നത്? ഇവിടെയെല്ലാം നമ്മൾ പോസിറ്റീവ് നമ്പറുകളാണ് ആഡ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന കോമൺ ഡിഫറൻസ്, ആഡ് ചെയ്യുന്ന നമ്പർ അഥവാ ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്താണ്? -5 ആണ് വരുന്നത്. മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ എക്സാമ്പിളുകൾ എഴുതി പരിശീലിക്കുക. അപ്പൊ ഈ ഒരു ശ്രേണി നമുക്ക് പരിശോധിച്ചതിന്റെ പ്രത്യേകതയും കൂടി നമുക്ക് കാണാം. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം നെഗറ്റീവായി വന്നു കഴിഞ്ഞാൽ ആ സീക്വൻസിന്റെ വിലകള് മുന്നോട്ട് പോകും തോറും കുറഞ്ഞു വരുന്നതായിട്ട് കണക്കാണ്. അതായത് നമുക്കറിയാം 10നേക്കാൾ കുറവാണ് എത്ര? 5. 5നേക്കാൾ കുറവാണ് 0. അപ്പൊ ഇതിന്റെ വില കുറഞ്ഞു വരുന്നു അഥവാ ഡിക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. അതേസമയം നമ്മൾ ആഡ് ചെയ്യുന്ന നമ്പർ അഥവാ കോമൺ ഡിഫറൻസ് പോസിറ്റീവ് ആണെങ്കിലോ ആ സീക്വൻസിന്റെ വിലകള് വർദ്ധിച്ചു വരുന്നതായിട്ടും. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങള്: ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസിനെ നമുക്ക് 0 ആയിട്ട് പരിഗണിക്കാം, 0 ആയി എടുക്കാം. അതുപോലെ പോസിറ്റീവ് നമ്പറും എടുക്കാം, നെഗറ്റീവ് നമ്പറും എടുക്കാം. ഇതാണ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി നമുക്ക് ഇതിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഒന്ന് കയറാം. എന്താണ് അടുത്തത് നോക്കൂ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളിപ്പോ എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ക്ലാസ് റൂമിലാണെങ്കിലോ നിങ്ങൾക്ക് എല്ലാവർക്കും 2 റോയില് ബെഞ്ചും ഡെസ്കും ഒക്കെ ഇട്ടിട്ട് ടീച്ചർ ക്രമമായിട്ട് 1ാമത്തെ സ്ഥാനത്ത് ഒരാള്, 2ാമത്തെ സ്ഥാനത്ത് ഒരാള്, അങ്ങനെ നോക്കി ഏറ്റവും പിന്നിലുള്ള കുട്ടി, ആകെ 40 കുട്ടി ഉണ്ടെങ്കിൽ അവസാനത്തെ കുട്ടി എവിടെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക? 40ാമത്തെ സീറ്റിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എന്തിനാ നിങ്ങളെ അങ്ങനെ ഒതുക്കി ഇരുത്തിയിട്ട് ക്ലാസ്സിൽ എടുക്കേണ്ടത്? നിങ്ങൾ ആകെ ഇറങ്ങി നടന്നിട്ട് ക്ലാസ് എടുത്താലത്തെ കുഴപ്പമെന്താ? ആ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവോ? ഇല്ല. ടീച്ചർക്ക് അവിടെ ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഇല്ല.
അപ്പോൾ നിങ്ങളായിട്ടുള്ള 40 കുട്ടികളെ നിങ്ങൾക്ക് സ്ഥാനക്രമം നൽകി നിങ്ങളെ ഒതുക്കി ക്ലാസ്സിലിരുത്തിയിട്ടാണ് ഞങ്ങളെല്ലാവരും നിങ്ങളെ പഠിപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ അസംബ്ലി നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. രാവിലെ നടക്കുന്ന അസംബ്ലി, ആ അസംബ്ലിയിൽ എന്താ നമുക്കറിയാലോ, ഒരറ്റത്ത് നിന്ന് 10A 10B 10C അങ്ങനെ ക്രമമായി കുട്ടികളെ നിർത്തി എല്ലാ കുട്ടികളെയും നീറ്റായി ഗ്രൗണ്ടിൽ നിർത്തിയിട്ടാണല്ലോ അസംബ്ലി നടത്തുന്നത്. അപ്പൊ നമുക്കറിയാം ധാരാളം ആളുകൾ അല്ലെങ്കിൽ ധാരാളം കുട്ടികളെ നമ്മൾക്ക് കൈകാര്യം ചെയ്തു വരുമ്പോൾ അവരോട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? അവരെ ഒതുക്കി അവർക്ക് പ്രത്യേക സ്ഥാനം കൊടുത്ത് ക്രമപ്പെടുത്തണം. അതുപോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ള ജീവിതത്തിൽ ഇഷ്ടം പോലെ എക്സാമ്പിളുകളുണ്ട്, അതിൽ എല്ലാം കൂടി പറയാൻ നേരമില്ല. അതുകൊണ്ട് അതുപോലെ നമുക്കറിയാം നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് അഥവാ അനന്തമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സീക്വൻസുകളെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം അവയെ നമ്മൾ എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തണം, അഥവാ അവർക്കൊരു പൊസിഷൻ കൊടുക്കണം. ആദ്യത്തവൻ ആരാണ്, രണ്ടാമത്തവൻ ആരാണ്, മൂന്നാമത്തവൻ ആരാണ്, അങ്ങനെ കൃത്യമായ പൊസിഷനുകൾ കൊടുത്ത് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് അവയുടെ പ്രത്യേകതകൾ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിനി അടുത്തത് പഠിക്കാൻ പോകുന്നത് എന്താ? ഈ അരിത്മെറ്റിക് സീക്വൻസിലത്തെ നമ്പറുകളുടെ പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കാൻ പോകും. അപ്പൊ പ്രത്യേകതകൾ പഠിക്കണമെങ്കിൽ ആദ്യം അവയ്ക്ക് എന്ത് കൊടുക്കണം? സ്ഥാനം അഥവാ പൊസിഷൻ കൊടുക്കണം. അപ്പൊ ഞാനിവിടെ ഒരു സീക്വൻസ് എഴുതാം. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾസ് എഴുതി നോക്കാം. 3ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 3 അഥവാ 3, 6, 9, 12 എക്സെട്ര. ഇതൊരു സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസ് ആണല്ലോ. ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. എല്ലാത്തിന്റെയും ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 3. അപ്പൊ പഠിച്ച കാര്യം നമ്മളൊന്ന് ഓർത്തു. ഇനി നോക്കൂ, ഇതിലത്തെ ആദ്യത്തെ ആൾ ആരാണ്? 3 ആണ്. അവൻ ഒരിക്കലും മാറില്ല. ഫസ്റ്റ് ആരാണ്? ഫസ്റ്റ് നമ്പർ ആരാണ്? 3 ആണ്. അതുകൊണ്ട് നമ്മൾ ഈ 3 എന്ന് പറഞ്ഞ നമ്പറിനെ ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്നാണ് പറയുക. ശ്രദ്ധിക്കുക, നമ്മൾ സീക്വൻസിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കയറാൻ തുടങ്ങി. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഇനി തുടർന്നുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ക്ലാസ്സിലിരിക്കുക. 3നെ എന്താണ് നമ്മൾ പറയുക? ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയും. നമ്മൾ പറയാറില്ലേ ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആള്, ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന കുട്ടി എന്ന് പറയാറില്ലേ? അതേപോലെ ദിസ് ഈസ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ്. ദിസ് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം എന്ന് മലയാളത്തിൽ പറയും. ക്ലിയർ ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 6നെ എന്താണ് വിളിക്കുക? ഫസ്റ്റ് ടേം. ഇവൻ ഫസ്റ്റ് ടേം ആണെങ്കിൽ ഇവൻ ആരാണ്? സെക്കൻഡ് ടേം അല്ലേ? അഥവാ അതിനെ നമ്മൾ എന്താ പറയാ? രണ്ടാം പദം എന്ന് വിളിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 9നെ നമ്മൾ എന്താ വിളിക്കുക? മൂന്നാം പദം അഥവാ തേർഡ് ടേം എന്ന് വിളിക്കും. അങ്ങനെ 12നെ നമ്മൾ എന്ത് വിളിക്കും? ഫോർത്ത് ടേം അഥവാ നാലാം പദം എന്ന് വിളിക്കും. അപ്പൊ മനസ്സിലാക്കുക, ഏതൊരു സീക്വൻസിലും ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്ഥാനക്രമങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ആ സ്ഥാനക്രമങ്ങൾ കൊടുത്തെഴുതുമ്പോൾ ഞാൻ ഇതിനെ ഫസ്റ്റ് ടേം, അപ്പൊ ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ നമ്മൾ സെന്റൻസിൽ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ടേമിനെ നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം എന്നറിയോ? x1 എന്ന് കൊടുക്കാം. x എന്ന് കേൾക്കുമ്പോൾ പേടിയാവരുത്. നമുക്ക് ഓൾജിബ്ര എന്ന് കേട്ടാൽ പേടിയാണ്. എന്തിനാ ടീച്ചർ കൊണ്ടുപോയിട്ട് ഓൾജിബ്ര ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, ഓൾജിബ്ര നമുക്കറിയാം നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന ഷോർട്ടസ്റ്റ് ആയിട്ട് എഴുതാൻ സഹായിക്കുന്ന ഭാഗമാണ് ഏത്? ഓൾജിബ്ര. അപ്പൊ ഫസ്റ്റ് ടേമിനെ നമ്മൾ കാണിക്കാൻ നമ്മൾ ഏത് കാര്യമാണ് എടുക്കുന്നത്? x1. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് ടേം x1 is equal to 3. അപ്പൊ നമുക്ക് അടുത്തത് എന്തായിരിക്കും നമ്മൾ എഴുതുക? x2 is equal to 6, x3 equal to 9, etc. കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. ഇവിടെ നോക്കൂ, ഈ 1, 2, 3 എന്ന് വീണ്ടും നമ്പറുകൾ ഇവിടെ വരുന്നുണ്ട്. ഈ നമ്പറുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ നമ്പറുകള് സ്ഥാനത്തിനെ അഥവാ പൊസിഷനുകളെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഒരു കുട്ടി എഴുതി എന്താണ് x10? എന്താ x10 എന്ന് പറഞ്ഞാൽ? x10 means or x10 means the position of the term in the
10th പൊസിഷൻ. ഒന്നുകൂടി പറയാം, x10 മീൻസ് ദ ടേം ഇൻ ദ 10th പൊസിഷൻ. മലയാളത്തിൽ പറഞ്ഞാൽ x10 എന്ന് പറഞ്ഞാൽ 10ാം സ്ഥാനത്തെ പദത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, x10 എന്ന് പറയുക. നിങ്ങൾക്ക് വേറെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ F1, F2, F3 എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാകും. രണ്ടും ഒന്ന് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ F1, F2 എല്ലാം നമുക്ക് കാണാൻ സാധിക്കുക X1, X2, X3 എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. അപ്പോൾ എന്താണ് x1? ഫസ്റ്റ് ടേം, x2 is the second term, x3 is the third term and so on. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതേ ക്രമപ്പെടുത്തി എഴുതുമ്പോൾ അതിനെല്ലാം എന്തുണ്ടെന്ന് മനസ്സിലാക്കുക, സ്ഥാനം അഥവാ പൊസിഷൻ എന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ പൊസിഷനുകളെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ ഒരു ഭാഗത്തെ ഒരു ആശയം നമ്മൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ ദിവസങ്ങളിലും ധാരാളം കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. കണ്ടാൽ നമുക്ക് ചെറിയ പാടാണെന്ന് തോന്നെങ്കിലും പക്ഷെ ഇതിനകത്തുള്ള ആശയങ്ങൾ ഇപ്രാവശ്യം കഴിഞ്ഞ കൊല്ലത്തെ SLC പരീക്ഷയ്ക്ക് ഒരു 28 മാർക്കിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ഈ ഒരൊറ്റ പാഠഭാഗത്തു നിന്ന് വന്നു. പഠിക്കാൻ വളരെ സിമ്പിളാണ്, പക്ഷെ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ചിലപ്പോൾ വളരെയധികം സംശയങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇപ്പൊ തന്നെ പഠിക്കുമ്പോൾ തന്നെ വളരെയധികം ശ്രദ്ധിച്ച് നോക്കുക.